പ്രൈസ് ദി ലോർഡ്. ഞാൻ സജോ കൊച്ചുപറമ്പിൽ വീണ്ടും ഒരു എളിയ ചിന്തയുമായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തെ ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ അതേ വാക്യത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം. ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു എന്ന ഭാഗമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ മനുഷ്യൻ അനേക ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. അത് പ്രധാനമായി മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുവാനായി, അവിടെ കൊണ്ടുപോയി അവിടെ മനുഷ്യകുലത്തെ പാർപ്പിപ്പാനായി അന്വേഷണ, പരീക്ഷണ, നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തുന്ന സമയത്ത് മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യൻ ഉപഗ്രഹങ്ങൾ അയച്ചുകൊണ്ട് അവിടെ ഗവേഷണം നടത്തുന്നത് ആ ഗ്രഹത്തിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിലനിൽക്കുന്നതിന്, മനുഷ്യകുലം നിലനിൽക്കുന്നത് വെള്ളം എന്ന് പറയുന്ന ഘടകം വളരെ അടിസ്ഥാനപരമായ ഒരു വസ്തുവാണ്. ബൈബിളിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തിയിൽ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആ ഇരുളിനെ മാറ്റി വെളിച്ചത്തെ ദൈവം ഇവിടെ പ്രതിഷ്ഠിച്ചു. പിന്നീട് കാണുന്നത് ഭൂമിയും ഭൂമിയുടെ അന്തരീക്ഷവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ഭൂമിയെയും ഭൂമിയുടെ അന്തരീക്ഷത്തെയും, അന്തരീക്ഷത്തിൽ നിന്നും ആ വെള്ളത്തെ ദൈവം മാറ്റിക്കൊണ്ട് അവിടെ ഉണങ്ങിയ നിലം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഉണങ്ങിയ നിലം രൂപപ്പെട്ടു വന്ന ശേഷമാണ് ദൈവം അവിടെ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. ഈ വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്ന ഭൂമിയുടെ മേൽ, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആ സമയത്ത്, ദൈവത്തിൻ്റെ ആത്മാവ് ആ സമയത്ത് പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ ബൈബിളിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, വെള്ളം കൊണ്ട് മുഴുവനായി ദൈവം പിന്നീട് ഭൂമിയെ നശിപ്പിക്കുന്നത് നോഹയുടെ കാലത്താണ്. മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തം ദൈവം മുഴുഭൂമിയെയും ജലപ്രളയത്താൽ നശിപ്പിക്കുന്നു. അങ്ങനെ വെള്ളത്താൽ മുഴുഭൂമി മൂടപ്പെട്ട് ആ വെള്ളത്തിനു മീതെ ഒരു പെട്ടകം മാത്രം പൊങ്ങി ഒഴുകി നടങ്ങിയ ഒരു കാലത്ത് ദൈവം ആ വെള്ളം വറ്റിയ ശേഷം, ആ വെള്ളം തീർന്ന് ഉണങ്ങിയ നിലം കണ്ടെത്തിയ ശേഷം ദൈവം മനുഷ്യകുലത്തോട് തൻ്റെ ഉടമ്പടി ചെയ്യുകയാണ്. ഞാൻ ഇനി ഒരു നാളും ജലപ്രളയത്താൽ ഈ മുഴുഭൂമിയും ഒരുപോലെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം മഴവില്ലിനാൽ മനുഷ്യകുലത്തോട് ഉടമ്പടി ചെയ്തു. അതിൻ്റെ ശേഷം പിന്നീട് വെള്ളം മാറി ഉണങ്ങിയ നിലം കാണുന്നത് ഇസ്രായേൽ മക്കളുടെ കാലഘട്ടത്തിലാണ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയിൽ അവർക്ക് തടസ്സമായി നിന്നത് 2 കാര്യങ്ങളാണ്. 2 വെള്ളത്താൽ മൂടപ്പെട്ട 2 ഘടകങ്ങളാണ്. 1 ചെങ്കടൽ, 2 യോർദാൻ നദി. ചെങ്കടലിനെ വിഭാഗിച്ച് അതിൻ്റെ നടുവിലൂടെ ഒരു ചെങ്കൽ പാതയൊരുക്കി ഇസ്രായേൽ ജനത്തെ ഉണങ്ങിയ നിലത്തൂടെ വാഗ്ദത്ത കനാനിലേക്ക് ദൈവം അവിടെ എത്തിക്കുകയാണ്. രണ്ടാമതായി യോർദാൻ നദി, കരകവിഞ്ഞൊഴുകിയ യോർദാൻ നദിയെ 2ആയി പിളർത്തി അതിൻ്റെ നടുവിലൂടെയും ഇസ്രായേൽ ജനത്തെ ദൈവം അക്കരെ നാട്ടിൽ എത്തിക്കുന്നുണ്ട്. നമ്മളിവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്ന ഭൂമിയെ വെള്ളം മാറ്റി നിലം രൂപപ്പെടുത്തി അതിന്മേലാണ് ദൈവം സൃഷ്ടിപ്പ് നടത്തിയത്. നിലം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന, നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുകയാണ്, കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കൃഷി ചെയ്യാൻ നമുക്ക് നിലം ആവശ്യമാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ സസ്യജാലങ്ങളും നിലത്തു നിന്നാണ് രൂപപ്പെട്ടു വരുന്നത്. എന്ന് പറഞ്ഞാൽ നിലത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ മണ്ണ് പോലെ തന്നെ പ്രധാനമാണ് വെള്ളവും. നമുക്കറിയാം, ഓരോ കൃഷി രീതികളും നമ്മൾ ചെയ്യുന്നത് മഴയുടെ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ്. ഏത് സമയത്താണോ മഴ വരുന്നത് ആ മഴയ്ക്ക് മുൻകൂറിയായി നിലമൊരുക്കിയിടുകയും മഴ എത്തുമ്പോഴേക്കും വിത്തിട്ട് ആ
വെള്ളത്താൽ വിത്ത് നനഞ്ഞ് കിളിർത്ത് വരത്തക്ക നിലയിലാണ് കൃഷി രീതികൾ നമ്മുടെ നാട്ടിൽ പൊതുവായി രൂപപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കാർഷിക കലണ്ടർ എന്ന് പറയുന്നത് മഴയെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിന് വെള്ളം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. മനുഷ്യകുലം മുന്നോട്ട് പോകുന്നതിനും വെള്ളം അത്യാവശ്യമായ ഒരു ഘടകമാണ്. സൃഷ്ടിപ്പിൻ്റെ സമയത്ത് വെള്ളം ഓൾറെഡി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്ന ഭൂമിയിൽ നിന്ന് വെള്ളത്തെ മാറ്റി നിലം രൂപപ്പെടുത്തിയാണ് ദൈവം അവിടെ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. ഈ വെള്ളം മാറി നിലം രൂപപ്പെടുക എന്നുള്ളത് നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, വെള്ളത്തിൽ നിന്നും കയറി സ്നാനപ്പെട്ട വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന യേശു ക്രിസ്തു സ്നാനമേറ്റ് കരയിലേക്ക് കയറി വരുമ്പോൾ യോഹന്നാൻ കാണുന്നത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേലേക്ക് വരുന്നതാണ്. എന്താണ് അവിടെ കാണിക്കുന്നത്? വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, സ്നാനം എന്നത് നമ്മുടെ പഴയ മനുഷ്യനെ വെള്ളത്തിൽ കുഴിച്ചിട്ട ശേഷം പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ടത് നമ്മൾ പുറത്തേക്ക് വരുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മീതേക്ക് വരുന്നത് പരിശുദ്ധാത്മ സാന്നിധ്യമാണ്. നമ്മൾ പഴയതിനെ മാറ്റി പുതിയതിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മ സാന്നിധ്യമാണ് നമ്മുടെ മീതേക്ക് വരുന്നത്. സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, തൻ്റെ വെള്ളം നീക്കി ഉണങ്ങിയ നിലം വന്നപ്പോൾ ആ നിലത്തിലേക്ക് ദൈവത്തിൻ്റെ വാക്കിനാൽ സത്യങ്ങൾ രൂപപ്പെട്ടു വരികയായിരുന്നു. അതുവരെ അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനാൽ അവിടെ സൃഷ്ടിപ്പ് സംഭവിക്കുകയായിരുന്നു. ആ ഉണങ്ങിയ നിലത്ത് സൃഷ്ടിപ്പ് സംഭവിച്ചതുപോലെ നമ്മളാകുന്ന ഉണങ്ങിയ നിലങ്ങളിൽ ഈ ദിനങ്ങളിൽ സൃഷ്ടിപ്പ് സംഭവിക്കുകയാണ്. നമ്മൾ സൃഷ്ടിപ്പ് സംഭവിക്കേണ്ടത് സ്നാനപ്പെട്ട ശേഷം നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മീതെ പരിശുദ്ധാത്മ സാന്നിധ്യം വെളിപ്പെടുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം വെളിപ്പെട്ട വ്യക്തികളായ നമ്മുടെ മീതെ ഇനി നമ്മൾ ഉണങ്ങിയ നിലങ്ങളായി തീരാനല്ല, ആർക്കും പ്രയോജനമില്ലാതെ മരുഭൂമി പോലെ പാഴായി തീരാനല്ല, ശൂന്യമായി തീരാനല്ല, നമ്മൾ ഈ ഉണങ്ങിയ നിലത്ത് ജലത്തിൻ്റെ അംശത്താൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്താൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മൾ ഒരുപാട് വചനങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്ന് ഒരു പഞ്ഞവുമില്ലാതെ നമുക്ക് വചന ശുശ്രൂഷ ലഭിക്കുന്നത്. അങ്ങനെ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ആ നിലത്ത് വീണ് അത് പുഷ്ടിപ്പെടേണ്ടത്, അത് സൃഷ്ടിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു ഒരിക്കൽ തന്നെ അനുഗമിച്ച ജനക്കൂട്ടത്തോട് പറയുന്നുണ്ട്, നല്ല നിലത്ത് വീഴുന്ന വിത്ത് മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. വഴിയരികിൽ വീഴുന്ന വിത്തിനെ പറ്റി പറയുന്നുണ്ട്, പാറപ്പുറത്ത് വീഴുന്ന വിത്തിനെ പറ്റി പറയുന്നുണ്ട്, മുള്ളിനിടയിൽ വീഴുന്ന വിത്തിനെ പറ്റി പറയുന്നുണ്ട്. എങ്കിലും യേശുക്രിസ്തു പറഞ്ഞത് നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നിലങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും വെള്ളത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന, വെള്ളത്തിൽ നമ്മൾ കുഴിച്ചിടപ്പെട്ട് നമ്മുടെ പഴയ മനുഷ്യനെ, പാപ മനുഷ്യനെ വെള്ളത്തിൽ കുഴിച്ചിട്ടിട്ട് നമ്മൾ സ്നാനപ്പെട്ട് പുറത്തു വന്ന നല്ല നിലങ്ങളാണ്. ആ നല്ല നിലങ്ങളിൽ ഈ ദിനങ്ങളിൽ വചനം വന്ന് വീഴുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിപ്പ് നടത്തേണ്ടത് ആവശ്യമാണ്. എന്താണ് സൃഷ്ടിപ്പ്? നമ്മുടെ ഉള്ളിൽ അനേക സസ്യജാലങ്ങൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിപ്പ് നടത്തേണ്ടതാണ്. അങ്ങനെ സസ്യജാലങ്ങൾ നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമ്പോൾ നമ്മൾ ചെറിയ വചനം, ഒരു ചെറിയ വിത്താണ് നമ്മുടെ ഉള്ളിൽ വീഴുന്ന ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വചനം നമ്മുടെ ഉള്ളിൽ ഒരു വിത്താണെന്ന് വിചാരിക്കുക. ആ വചനം നമ്മുടെ ഉള്ളിൽ വളരുകയാണ്, അതൊരു വലിയ വൃക്ഷമാവുകയാണ്. കടുകുമണി വളരുന്നത് പോലെ അതൊരു വലിയ വൃക്ഷമായി മാറുകയാണ്. അങ്ങനെ വൃക്ഷമായി മാറുമ്പോൾ അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കും, അതിൽ നിന്ന് ഫലമുണ്ടാകും. ആ ഫലം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിപ്പ് നടന്ന് ആ സൃഷ്ടിപ്പിലൂടെ ഫലമുണ്ടായി ആ ഫലം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് സുവിശേഷ പ്രവർത്തനം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ഫലം അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിൻ എന്ന് പറഞ്ഞ ആ ഒരു വാഗ്ദത്തം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനം നൽകുന്നവരായി, സന്തോഷം നൽകുന്നവരായി, ക്രിസ്തുവിൻ്റെ സന്ദേശം എത്തിക്കുന്നവരായി, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എത്തിക്കുന്നവരായി നമുക്ക് തീരാൻ കഴിയും. അപ്പോൾ ഈ ദിനങ്ങളിൽ ഉണങ്ങിയ നിലങ്ങളായി മാത്രം നിൽക്കാതെ നമ്മുടെ മേൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിപ്പ് നടത്താൻ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനായി നമുക്ക് ഈ ദിനങ്ങളിൽ ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.